ഇതെന്താ കുളിയൊക്കെ കഴിഞ്ഞ് അടുപ്പിൻ്റെ അടുത്തിരുന്ന് മാന്തുന്നത് നോക്കണ്ട കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എല്ലാവരും പുകച്ച് പുറത്ത് അടിക്കാനുള്ള പരിപാടി കേട്ടോ. എണീക്കാത്തവരൊക്കെ രാവിലെ തന്നെ ഒരു കൊതി തോന്നിയിട്ട് അത് മുളകൊക്കെ ചുട്ടൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴത്തെ മുളകും ചെറിയുള്ളിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ വെണ്ണീരൊക്കെ ഉണ്ടാവും, ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ ആ കൈ കൊണ്ടൊന്ന് മൂക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടിട്ടോ. ആകെ എനിക്ക് ഒരു ജാറായിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ എന്തോ കേടായതാണ്. അപ്പോൾ ഇതും കൂടി ഇന്ന് പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരെ അമ്മിയിലേക്ക് തന്നെ വിട്ടിട്ടോ. ആദ്യത്തെ മുളക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. മുളക് പൊട്ടിച്ചപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ടല്ലേ. ഇതൊരു കൊതി വന്നിട്ട് അരക്കുക കേട്ടോ. അതിൽ കുറച്ച് ഞാൻ പുളിയല്ല കേട്ടോ ചേർത്തത്, വേണമെങ്കിൽ പുളി ചേർക്കാം. ഞാൻ ഒരു കഷ്ണം മാങ്ങ കേട്ടോ ചേർത്ത് കൊടുത്തത്. ഉപ്പും കൂട്ടി നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ തേങ്ങയും കൂടെ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഇത് പണ്ടേ ഉള്ളൊരു കൊതി കേട്ടോ. അമ്മ പൊതിച്ചോറിലും വേഗം ചമ്മന്തി അരച്ച് തരുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ അത് കപ്പയ്ക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടി തന്നത് നല്ല രുചിയായിട്ടോ. അപ്പോൾ ഇതുപോലെ ചെറവറാന്ന് അരച്ചെടുത്തിട്ട് നല്ല അമ്മിയിൽ തന്നെ ഉരുട്ടിയെടുക്കുക. ഈ അമ്മിയിലേക്ക് നല്ല ഒരു പിടി ചൂടുള്ള ചോറിട്ടിങ്ങനെ വാരി തിന്നണം കേട്ടോ. അരങ്ങണ്ട മോശമല്ല. അപ്പുറത്ത് നിബിസ്താദ് നോക്കി വെക്കുന്നുണ്ട്. മോശമല്ലെന്ന് വെച്ചിട്ട് ഞാൻ വേഗം ചമ്മന്തി അരച്ച് നേരെ അടുക്കളയിലേക്ക് പോകുന്നു കേട്ടോ. അടുക്കളയിൽ നേരെ ചൂടുള്ള ചോറിലേക്ക് ചമ്മന്തി ഇട്ടൊരു മുട്ട പൊരിച്ചത്. പിന്നെന്താ അല്ലേ വേണ്ടത്, അടിപൊളിയായിട്ടോ. പിന്നൊന്നും നോക്കാനേ നേരം കിട്ടിയില്ല, വാരി വാരി വിത്തുന്നു കേട്ടോ.